അളിയ എന്താടാ ഇതൊക്കെ? ഞാൻ സുദർശനൻ, പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവൻ. ഏത് പെണ്ണിന്റെ? എന്റെ അനന്തരവളുടെ. ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ ഇതൊക്കെ ആരാ? പറഞ്ഞല്ലോ, ഞാൻ സുദർശനൻ, പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവൻ. ആയിക്കോട്ടെ, ഇത് എന്താ? ആരാ? എന്താ? ലച്ചുമോളല്ലേ? അതെ. യേശുമോൻ പറഞ്ഞിരുന്നു, ഇവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത് ലച്ചുമോളല്ലേ? അല്ലേ? ആണ്. അതെ, യേശു പറഞ്ഞിരുന്നു. അല്ല, നിങ്ങളൊക്കെ എന്താ ഇവിടെ? പറഞ്ഞല്ലോ, ഞാൻ സുദർശനൻ, പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവൻ. ഓ, അമ്മാവൻ സുദർശനെ മിണ്ടരുത്. അളിയാ, ഇതൊക്കെ എന്തുവാടാ? യേശു ഏട്ടാ, പറഞ്ഞു കൊടുക്ക്. ചേട്ടനാ? അമ്മാവൻ പിടി. എന്റെ പൊന്നു ചേച്ചി, ഒരവസ്ഥ പറ്റിയതാണ് ചേച്ചി. ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയതാണ്. എന്നെ ഒന്നും ചെയ്യാനില്ല, പ്ലീസ്. അബദ്ധം പറ്റിപ്പോയതാണ് എന്റെ പൊന്നളിയാ. ഒരു ദുർബല നിമിഷത്തിൽ അളിയാ. അമ്മായി, അമ്മായി, നിർത്തിക്ക് മോനെ, എഴുന്നേറ്റ്, എഴുന്നേക്ക്, എഴുന്നേറ്റോ, വേഗം എഴുന്നേക്ക്. എന്റെ ഒരു എഴുന്നേറ്റ്. എനിക്കറിയാം നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന്, ഞങ്ങൾക്കോ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. മോനെ ഇങ്ങോട്ട് വന്നടാ, വന്നേ, ഇടുവാ, പിടിച്ച് ചേർന്ന് നിന്ന്, ഇവിടെ ചേർന്ന് നിൽക്കണ ഈ നിൽക്കണ കേശുവില്ലേ, അവനൊരാണ. എന്റെ അനന്തരവൾക്കൊരു ജീവിതം കൊടുത്തുകൊണ്ട് പറയല്ല, എങ്കിലും ഞാൻ പറയേ, ഇവനൊരു ആൺകുട്ടിയാ. ജീവിതം കൊടുക്കേ? പാരു, ഉനക്ക് ഞാൻ പാലെടുക്കട്ടാ? എനിക്ക് പാല് വേണ്ട. എന്നാ പിന്നെ ഒരു ഐസ്ക്രീം തരട്ടെ? പാല് വേണ്ട, ഐസ്ക്രീം. லிச்சு, என்னாச்சு இப்படி ஓடி வர? வெள்ளம் வெள்ளம் ஃப்ரிட்ஜுக்குள்ள இருக்கு. என்னாச்சுப்பா? என்ன பிரச்சனை? പട്ടി ഓടിച്ചാ? മിണ്ടാരി വച്ചേ. நிதானமா குடிப்பா. என்ன பிரச்சனை சொல்ல? പതുക്കെ കുടിക്ക്, പതുക്കെ കുടിക്ക്. ചേച്ചി ഇത്രയും വെള്ളം കുടിക്കാൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു മിണ്ടായിരിക്കാൻ. മക്കളെ, സമാധാനമായിട്ട് വെള്ളം കുടിച്ചേ, സമാധാനമായിട്ട് കുടിക്ക്. லட்சு, என்ன பிரச்சனைனாலும் அதுக்கு சொல்யூஷன் இருக்குப்பா. അമ്മുമ്മേ, ഉള്ളത് പറയാലോ, ഞാൻ ഈ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെയൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പൊ നടന്ന കാര്യം എന്റെ അമ്മയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ പൊന്നു മക്കളെ, എന്താ കാര്യം എന്ന് വെച്ചാൽ നീ തെളിച്ചു പറ. ഞാൻ എങ്ങനെ പറയും? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാര്യം പറയുന്നുണ്ടോ? ആ, അമ്മായി അമ്മായി പറയാമായി. നീ പറഞ്ഞില്ലേ? നീ പറഞ്ഞ ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അതെ, സംഭവം സീരിയസ് ആണ്. അവരെല്ലാവരും അവിടെ അങ്ങനെ നിപ്പുണ്ട്. യോ, என்ன பிரச்சனை? എന്തുവാണെന്ന് കാര്യം പറ. അമ്മായി, എല്ലാരും കൂടെ എന്റെ ചെറുക്കനെ ചതിച്ചത് അമ്മായി. ഇതെന്താ കുട്ടിക്കളിയാണോ? അവന്റെ ജീവിതത്തിന്റെ കാര്യമല്ലേ? അവന്റെ മാത്രമല്ല, നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ കാര്യമാണ്. ഞാൻ നോക്കിക്കോ, ഞാൻ എല്ലാവർക്കും ഇതിന് കേസ് കൊടുക്കും. പോലീസും കേസും കോർട്ടിലും എവിടെയാന്ന് വെച്ചാൽ ഞാൻ പൊക്കോളാം. എന്റെ ലച്ചു, നീ സമാധാനമായിട്ട് എന്താ കാര്യം എന്ന് വെച്ചാ എന്നോടൊന്ന് തെളിച്ച് പറയോ? ഞാൻ എങ്ങനെ പറയാ സിദ്ധു? ഒന്ന് പറ സിദ്ധു. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞോട്ടെ, നീ ടെൻഷൻ അടിക്കാതിരിക്കേ. ഇപ്പൊ പ്രതിസന്ധി വന്നു, നമുക്കത് ഫേസ് ചെയ്യണം. വെറുതെ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ കൂടെ വാ, നമുക്കത് ഫേസ് ചെയ്യാം. ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാ. അതിനമ്മമ്മക്ക് കാര്യം എന്താണെന്നറിയോ? കാര്യം പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. എന്റെ പൊന്നു ലച്ചു, ഈ സമയം നമ്മൾ ഇങ്ങനെ ഡൗൺ ആവാൻ പാടില്ല. വാ, നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. വാ. അമ്മായി വിചാരിക്കണ പോലെ അത്ര ധൈര്യമൊന്നും എനിക്കില്ല അമ്മായി. ലച്ചു, നമ്മളില്ലേ, നീ വാ. മക്കളെ, എല്ലാ കാര്യത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരമല്ല, ഇനി വീടുകാരുടെ മൊത്തം പലഹാരം കൊണ്ട് കയറി ഇറങ്ങി നടക്കേണ്ടി വരും. വാ അമ്മ, വാ വാ വാ, പറഞ്ഞേക്ക് വാ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ ഇല്ലേ കൂടെ, വാ. വാ. അങ്ങോട്ട് നടക്ക, അങ്ങോട്ട് മുമ്പോട്ട്. ആ, പോട്ടെ പോട്ടെ, പോ. ഇവരൊക്കെ ആരാ? നിങ്ങളൊക്കെ എന്താ ഇവിടെ? ഞാൻ സുദർശൻ,
പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവൻ. ഞാൻ പെണ്ണിന്റെ ഒരേ ഒരു ആങ്ങള മോനു. പെണ്ണിന്റെ പേര് മീനു. നിങ്ങളെ പിന്നെ സംസാരിച്ചോണ്ടിരിക്കുന്ന മാറാൻ നോക്ക്. അമ്മ അവരൊന്ന് കാണട്ടെ. കേശു എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? അതൊക്കെ മനസ്സിലാവുമല്ലോ. ഇവർ റീൽസ് എടുക്കാൻ വന്നത്. ഒന്നും മിണ്ടാണ്ടിരിക്കും കൊച്ചെ. വാക്കുകളോട് എരുതിയിലേക്ക് റീൽസ്. അതെ, നിങ്ങൾ എരുതിയിലോ ഉമിനീരിലോ നിക്ക്. ഇവിടെ ഇവിടെ ശബ്ദം പൊങ്ങരുത്. അമ്മ പൊറുക്കണം, ഞങ്ങൾ ആകെ തകർന്നിരിക്കുക. കേശു, ഗൗരി, സിദ്ധു, നിങ്ങൾ എന്തോ നോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തോ ഒന്നും മിണ്ടാത്തേ? കേശുട്ടോ കരയല്ലേ? കേശു കരയല്ലടാ നീ. കേശുട്ടോ കരയല്ലേ? അതെ, അമ്മാവനും കൂട്ടരും കുറച്ചും കൂടെ മാറിയുന്നേ. അവൻ സ്വസ്ഥമായിട്ടൊന്ന് കരഞ്ഞോട്ടെ. എടാ 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 കിഴങ്ങ, നീ എന്തിനാടാ കരയണത്? ഞങ്ങള് വേണ്ട കരയാൻ. ചേട്ടാ, അപ്പൊ ചേട്ടൻ ശരിക്കും കല്യാണം കഴിഞ്ഞോ? എടാ, വെളിവും ബോധമൊന്നും ഇല്ലാതെ ഓരോന്നും ചെയ്യുന്നതിന് മുന്നേ എനിക്ക് അറ്റ്ലീസ്റ്റ് ഞങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ. ആളെന്നെ വിളിച്ചു പറഞ്ഞു, അമ്മൂമ്മയെ വിളിച്ചു പറഞ്ഞു, ലച്ചാച്ചിയെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഒരു സൽക്കർമ്മം ചെയ്യാൻ പോണം, നിങ്ങളുടെ അനുഗ്രഹം വേണമെന്ന് ഞാൻ പറഞ്ഞ. ഞങ്ങള് ഓരോരുത്തരെയും വിളിച്ച് നീ ചെയ്യാൻ പോകുന്ന സൽക്കർമ്മം എന്ന് പറഞ്ഞത് നിന്റെ കല്യാണമായിരുന്നല്ലേടാ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ രണ്ടുപേരും ആ മുതിർന്നവരുടെ അനുഗ്രഹം മേടിച്ചേ. എന്നാ പിന്നെ അമ്മൂമ്മയുടെ ഒന്ന് അനുഗ്രഹം മേടിക്കാം. അമ്മൂമ്മ നമ്മളെ അനുഗ്രഹിക്കണം. തൊട്ട് പോവരുത്. എനിക്ക് ഞാനിപ്പോ അനുഗ്രഹം തരാം. തരും. അത് അനുഗ്രഹം തരാൻ പോയ പോക്കല്ല, ഞാൻ പോണ്. കേശു, നീ ഇങ്ങനെ പേടിച്ചോടിയെടുക്കും. നീ ഓടിക്കഴിഞ്ഞാൽ എന്റെ അനന്തരം പിന്നെ ആരുണ്ട്? ഞാനിപ്പോ ഓടിയില്ലെങ്കിലേ നിങ്ങളുടെ അനന്തരമുള്ള വിധവയാവൂ. വിധവ കമ്മ പിടിച്ച് മേടി കളിയാ, തല്ലിക്കൊല്ലുന്നെ. അനുഗ്രഹം ചെയ്യുന്നതിനാണ് പറവാല്ലേ, ഒന്നും ചെയ്യാതീങ്കമ്മ. 22 വയസ്സ് വരെ പൊന്നു പോലെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നതാ. ഇപ്പൊ കാണിച്ചത് കണ്ടില്ലയോ? അമ്മാവോ, സഹോദര, മോനു മോനു. എന്റെ പൊന്നു മോനു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതുപോലത്തെ ഒരു കല്യാണം പെട്ടെന്ന് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പെട്ടെന്നാ ഒരു കാലത്തും ഈ കല്യാണം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് പറ്റൂല. കേശുവേ, നീ കള്ളനാണെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം. നിനക്ക് എത്ര പെമ്പിള്ളേരത്ത് കമ്പനി ഉണ്ടടാ. നീ എത്ര പേരെ ഇവിടെ കൊണ്ടുവന്നടാ. എന്നിട്ട് ഇങ്ങനെ ഒരു കൊച്ചിനെ നമുക്ക് അറിഞ്ഞൂടല്ല. ഇപ്പൊ ആ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എന്റെ പെങ്ങൾക്ക് ഒരു ജീവിതം കിട്ടിയെന്ന് വിചാരിച്ചതാ. പെല ഇട്ടിട്ട് ഒരുമാതിരി ചോറില്ലാത്ത അവസ്ഥയായി പോയല്ലോ ഈശ്വര. നിനക്കിപ്പോ എന്താ പ്രശ്നം? വേലിയിട്ടിട്ട് ഒരു ഊണ് കഴിക്കണം. അത് നമുക്ക് പുറത്തുനിന്ന് ഏതെങ്കിലും കടയിൽ ഏൽപ്പിക്കാം. എന്നിട്ട് 2 തരം പായസം കൂട്ടി ഒരുമിച്ച് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പിരിയാം. എന്താ കേശു? 3 എണ്ണം വേണം പായസം. എന്തിനാ 3 ആക്കണ? ഒരു 100 ആക്ക്. എന്നിട്ട് കുറച്ച് അങ്ങോട്ട് അണ്ണാക്കിലേക്കും കോരി കൊടുക്കും. കേശു, ഇപ്പൊ ഇവിടെ എന്തിനാണ് പ്രശ്നം? നീയാണ് പ്രശ്നം. ഓ, ഞാനാണല്ലേ പ്രശ്നം? ശരി, ഞാൻ ഇവിടെ നിന്നാലല്ലേ പ്രശ്നമുള്ളൂ. അല്ലേ അല്ലേ അല്ലേ? ഞാൻ ഇവിടെ നിന്നാ തന്നെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ മാമ മിനുട്ടി, നമുക്ക് നേരെ നമ്മുടെ തറവാട്ടിലോട്ട് വിടാം. ബാ, വണ്ടി ഇട്. ഹലോ, അതെവിടെ? അത് പറവം, പാഴൂര്, പടവലം. പൊടിപാടല്ലോ? പൊടിപടലം അല്ല, പടവലം. പടപാടല്ലോ. എന്നാ അങ്ങോട്ട് പോവാം. ബാ. അതെ, നിന്റെ കാല് ഞാൻ വെട്ടും. നീ അങ്ങോട്ട് പോവോ? ആരാ പറയുന്നറിയാവല്ലോ? പടവലം ഭവാനിയാ പറയുന്നത്. പടവലം ഭവാനി അല്ല, ചോനറത്തല ഭവാനി. അറിയാലോ? നിനക്കന്നെ അറിയാലോ? കേശു, നീ എന്തിനാണ് ഈ ആട്ടത്തുമ്പ് കേട്ടുകൂടിയിരിക്കണത്? ഇറങ്ങണം അവിടുന്ന്. എല്ലാവരും ഇറങ്ങണം. ഈ അമ്മാവനുണ്ടോ നിങ്ങളുടെ കൂടെ? ഇറങ്ങണം എല്ലാവരും. അളിയാ, നടക്കളിയാ. പോണല്ലോ. എന്റെ ദൈവമേ, ഇത് എന്തൊരു വിധിയാണോ എന്തോ. അമ്മൂമ്മ, നേരത്തെ ഞാൻ മാമൻ വിളിച്ച ഒരാവശ്യത്തിൽ ഇറങ്ങി അങ്ങ് പോയതാണ്. നമ്മളെ വീട്ടിൽ കെട്ടൂലേ?